വെച്ചേ ആരാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് December 24 ക്രിസ്മസിന് റെഡി ആവാൻ പോണ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഡോൺ ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഉറങ്ങുകയാണ് കേട്ടോ. ചാക്കോച്ചൻ എഴുന്നേറ്റ് രാവിലെ ലീലമാമയുടെ കരിയേപ്പില ബോക്സ് കൊണ്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ തോമുവിന് ഓൾറെഡി അറിയാം അപ്പം ഇന്ന് വരുമെന്നുള്ളത്. ചാക്കോച്ചന് പിന്നെ അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ആദിച്ചേട്ടൻ വർത്താനം പറയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ ആദിച്ചേട്ടനോടും ഒക്കെ നിന്ന് വർത്താനം പറയാണ്. അപ്പോൾ ഞാൻ വേഗം തുണിയൊക്കെ അലക്കി അവസാനിപ്പിച്ചു. കാരണം നാളെ പോകേണ്ടതുകൊണ്ട് തന്നെ നാളെ അമ്മയ്ക്ക് അതൊരു ലോഡാവണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം അലക്കി വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് ഉണങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ നോക്കി നിന്നതേ ലാസ്റ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും അപ്പ വന്നു. അപ്പോൾ ചാക്കോച്ചനാണ് അപ്പയെ റിസീവ് ചെയ്യാൻ നിൽക്കുന്നത്. ആദ്യം ചാക്കോച്ചനൊന്നും മനസ്സിലായില്ല. അമ്മ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചു കുട്ടി. അപ്പോഴാണ് ഞാൻ പറഞ്ഞ റോഡിലേക്കൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് പതുക്കെ കാര്യം കത്തി വരുന്നേ ഉള്ളൂ. ഡോൺ ചേട്ടൻ അതിനിടയ്ക്ക് പോസ്റ്റിൻ്റെ മറവിൽ നടന്നു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ആരാ വരുന്നെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കോച്ചൻ അടുത്തോട്ട് വന്നപ്പോൾ ആളെ മനസ്സിലായിട്ടോ. പിന്നെ ആളുടെ സന്തോഷം അത് കണ്ടല്ലോ നിങ്ങൾ, ഹൈലൈറ്റ്സിൽ കണ്ടു കാണും. അവൻ്റെ ആ സന്തോഷവും അപ്പയെടുക്കാനുള്ള വാശിയും ഒക്കെ. ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദിവസം അപ്പനെ കാണാണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ ഒരു 2.5 മാസത്തിൽ പോയതാണല്ലോ. പിന്നെ ഞങ്ങൾ സ്ഥിരം അവിടെ തന്നെയാണല്ലോ. ഇടയ്ക്ക് വന്നു പോയെങ്കിലും എപ്പോഴും ഞാനിവിടെ ഡോൺ ചേട്ടൻ ഉണ്ടാവും. ഹോസ്പിറ്റലായിരുന്നപ്പോഴും ഡോൺ ചേട്ടൻ എന്നും വന്നു പോകും. അപ്പോൾ ഇത് ക്രിസ്മസായി, പടക്കങ്ങൾ പൊട്ടി തുടങ്ങി. അപ്പോൾ ഇത് ചാക്കോച്ചന് വാങ്ങിച്ചു കൊടുത്ത ടോയ്സാണ് കേട്ടോ. അപ്പോൾ തോമു ഉറങ്ങുന്നതുകൊണ്ട് അപ്പം ആദ്യം ചാക്കോച്ചന് തന്നെ കൊടുത്തു. അപ്പോൾ ചാക്കോച്ചന് ഇപ്പോൾ ടോയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പടക്കവും കാര്യങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെ തോമു എഴുന്നേറ്റപ്പം തോമു ഞാൻ പറഞ്ഞു അവിടെ നോക്കിക്കുക ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാണല്ലോ. അപ്പോൾ ചാക്കോച്ചൻ എന്ത് ചെയ്യാമെന്ന് നോക്കുകയാണ്. അപ്പോഴാണ് അപ്പയുടെ ശബ്ദം അവിടെ കേൾക്കണത്. അപ്പോഴത്തേന് നാണം വന്നു കേട്ടോ. കുട്ടി നോക്കി ഇരിക്കുകയായിരുന്നു അപ്പനെ കുറേ ദിവസം കൊണ്ട്. വീഡിയോ കോൾ കാണുമ്പോൾ സങ്കടപ്പെടുക, കരയുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്ക് മിനിഞ്ഞാന്നാണ് മനസ്സിലായത് നമ്മളിവിടെ കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടൻ കയറിയ വഴിക്ക് ഡിമ്പിൾ വീഡിയോ കോൾ ചെയ്ത് അവിടെ നിന്ന് പനിക്കലയിൽ നിന്ന് ഡിമ്പിളിനോടൊക്കെ സംസാരിച്ച് പാച്ചുവിനോടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, തുണി അലക്കും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്കിന്ന് പുറത്ത് പോകാനുണ്ട്. ഏറ്റുമാനൂരൊന്ന് പോകണം. ലുലുമോളിൽ പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പോയില്ല. മിക്സി നോക്കാൻ പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ച് പിടിച്ച് വന്നപ്പോൾ നന്ദലത്തിൽ ഇതിലും ഓഫറിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഡോൺ ചേട്ടനോട് കാർ സീറ്ററുമായിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ അതേ തോമു അതിൽ സെറ്റായിട്ടോ. ഇന്നത്തെ ഒരു ഡേ ഫുൾ തോമു അതിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോൺ ചേട്ടൻ്റെ ഡ്രസ്സ് നോക്കാൻ പോയതാണ്. പക്ഷേ ഡോൺ ചേട്ടന് ആഗ്രഹിച്ച പോലെ ട്രൗസർ 2 കിട്ടി. അപ്പോൾ തോമു ഒരു മങ്കി ക്യാപ്പ് മേടിച്ചു വിട്ടു അവിടെ നിന്ന്. തോമുവിന് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തോമുവിനും ഉപയോഗിക്കാം, ചാക്കോച്ചനും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഞാൻ പറഞ്ഞില്ല കിലോ കണക്കാണ്. അപ്പോൾ തോമു എല്ലാം വെച്ചും എടുത്തും ഒക്കെ നോക്കുകയാണ്. സ്പൈഡർമാൻ്റെ ഡ്രസ്സ് പാച്ചുവിനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ ബിസ്മിയിൽ പോയി. അപ്പോഴത്തേനും നമ്മുടെ ഓൾമോസ്റ്റ് ടൈം ആയിട്ടോ. കാരണം ഇനി ഉച്ച കഴിഞ്ഞ് കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. ബെസ്റ്റിൽ പോയിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള കേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോവാണ്. ആദ്യം അപ്പയുടെ വീട്ടിലാണ് പോണത്. അവിടെ എല്ലാവരും ചേച്ചാപ്പേനെ എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അഞ്ജുവിനെയും സഞ്ജു ചേട്ടനെയും എപ്പോഴും കാണാറുണ്ട്. അപ്പേനെ അമ്മേനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ ഇനി ചങ്ങനാശ്ശേരിക്ക് പോവാണ്. ലൈസ അമ്മാനിയുടെ അടുത്തും എഡിസൻ്റെ അടുത്തും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ആരുമല്ല,
നമ്മുടെ ജോർദാൻസ് വേൾഡിലെ മീനുവിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനു ഞാനും സംഗമം ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ പുതുപ്പള്ളി പള്ളിയാണ് കേട്ടോ. അങ്ങനെ പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒക്കെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനു മമ്മിക്ക് കേക്കും കുറച്ച് കപ്പയും കായും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മീനു വിളിച്ച വഴിക്ക് ചേട്ടനുമായിട്ട് ഓടി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമെന്ന് മീനു വിചാരിച്ചില്ല. മീനു ആദ്യം പറഞ്ഞു, ഇതറിഞ്ഞിരുന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ആളുടെ ചാനൽ വളരെ ഭംഗിയായിട്ട് എഡിറ്റിംഗ് ഒക്കെ പക്കയായിട്ട് ചേട്ടൻ ചെയ്യട്ടോ. അതിൻ്റെ ഭംഗി ആ വീഡിയോയിൽ കാണാനും ഉണ്ട്. നമ്മുടെ തല്ലിക്കൂട്ട് വീഡിയോ ആണല്ലോ, പക്ഷെ അവരുടെ അങ്ങനെയല്ല, പക്ക പ്രൊഫഷണൽ വീഡിയോസാണ് ചേട്ടൻ ചെയ്ത് കൊടുക്കാറ്. എനിക്ക് ശരിക്കും അവരുടെ ബോണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൈസാമാൻ്റിയുടെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ലൈസാമാൻ്റി തങ്കച്ചാച്ചൻ. ഇതാണ് എഡിസൻ്റെ പപ്പ. അങ്കിൾ മരിച്ചുപോയി. പിന്നെ എഡിസനെ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് എബിൻ ചേട്ടനും. എബിൻ ചേട്ടന് ഒരു മൂവി പ്രേമമൊക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ 2-3 മൂവിയിലൊക്കെ ആൾ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഇത് ചൈന ടൗണിൻ്റെ സമയത്തെ ഫോട്ടോസാണ്. അങ്ങനെ അവിടെ മുറ്റത്ത് കളിക്കുകയും ഒക്കെ ഉണ്ട്. ഇത് തൊട്ടപ്പുറത്താണ് നമ്മുടെ ടോമിച്ചൻ മുളക് പാടത്തിൻ്റെ വീട് കേട്ടോ. നമ്മുടെ ഒരു മതിൽ അപ്പുറത്ത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടെന്നാണ് ആൻറ്റി പറഞ്ഞത്. എനിക്ക് റോസി ആൻറ്റീനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോകാൻ നിന്നില്ല. അങ്ങനെ അവിടുത്തെ ലൈറ്റിങ്. അപ്പോൾ തോമും അവിടെ ആൻറ്റിയോട് പറഞ്ഞ ആപ്പിളൊക്കെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടോമിച്ചൻ മുളക് പാടത്തിൻ്റെ വീടും ലൈറ്റിങ്സും. പണ്ടൊക്കെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ലൈറ്റിങ്സും കാര്യങ്ങളും വീട്ടിൽ കാർ പോർച്ചിൽ ഒരു മാസം പുൽക്കൂട് പണിയലും ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ആയ സമയത്ത്. ഇതാണ് കുറുമനാടൻ സ്കൂളും പള്ളിയും ഒക്കെ. ഇതിൻ്റെ മുകളിലുള്ള സ്കൂളിലാട്ടോ ഞാൻ പഠിച്ചത്, എൻ്റെ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ. ഇതാണ് കുറുമനാടൻ പള്ളി. അപ്പോൾ നമ്മളിനി പോകുന്നത് എഡിസൻ്റെ വീട്ടിലാണ്. നമ്മൾ എഡിസനോടൊരു ഹൈ ബൈ പറഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പം എഡിസനൊരു ബോക്സ് പടക്കം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു എഡിസൺ പടക്കം മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം പോയപ്പോഴും ഡോൺ ചേട്ടൻ കണ്ടിട്ടുണ്ട് എഡിസൻ്റെ വക പടക്കം പൊട്ടിക്കൽ പരിപാടി. അപ്പോൾ തോമൂന് ഭയങ്കര സ്പിരിറ്റായപ്പോൾ പിള്ളേർക്ക് പൊട്ടിക്കാവുന്ന കുറേ സാധനങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ക്ലാരമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേടിയുമില്ല. പക്ഷേ അല്ലുക്കുട്ടന് നല്ല പേടിയും കരച്ചിലും ഒക്കെ ആയിട്ട് നല്ല മേളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹ ചേച്ചിയോട് വർത്തമാനം പറയാനോ ഒന്നും പറ്റിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഇവരാരും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇവർ അകത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് ഇടാണ്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെന്ന വഴിക്ക് ഫുൾ ലൈറ്റ്സ് ഓണാക്കി അകത്തെ ലൈറ്റൊക്കെ ഇട്ട് ഭാര്യയും ഭർത്താവും കൂടെ കാർ പോർച്ചിലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന വഴിക്ക് സ്നേഹ ചേച്ചിയുടെ പപ്പയും മമ്മിയും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എഡിസൺ പോയിട്ട് ലൈസാമാൻ്റിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെ കുറേ നേരം പടക്കം പൊട്ടിച്ചിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കി വെച്ചു. കാരണം ഇനി രാവിലെ അതൊരു പ്രശ്നമാവണ്ട, അല്ലെങ്കിൽ ധൃതി ആവണ്ട, അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ബീഫ് റോസ്റ്റ് ഞങ്ങൾ തേങ്ങാക്കൊത്ത് വറക്കുകയാണ്. അപ്പുറത്ത് ചിക്കൻ കറി വെക്കാം, അപ്പത്തിനുള്ള ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കരോളുകാരുടെ എൻട്രി. അപ്പോൾ ഇത് ഏരിയയിലുള്ള നമ്മുടെ ചേട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും അവർ ഇറങ്ങുന്നതാണ്. ഈ പ്രാവശ്യം കുറച്ച് ലേറ്റായി, 24th ആയി. എല്ലാവരും ജോലിക്കാരായതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലും പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അവരുടെ പാട്ടും മേളവും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്താ പറയുക, ചെറുപ്പം തൊട്ടേ കണ്ടു വന്ന കുറേ ചേട്ടന്മാരും കാര്യങ്ങളൊക്കെയാണ്. ഉണ്ണിച്ചേട്ടൻ, ശിബുച്ചേട്ടൻ, രഞ്ജിത്തേട്ടൻ, കറിയാപ്പി, പിന്നെ പിള്ളേർ സെറ്റ് ഒക്കെ. ഇത് ഉണ്ണിച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴാണ് പോണേ, എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റാണ് പാപ്പ ആരാന്ന് അമ്മ ചോദിച്ചപ്പോൾ അപ്പം കറിയാപ്പി നൈസായിട്ട് മുഖംമൂടിയൊക്കെ മാറ്റിയത് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്നെ ചീത്ത വിളിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു 11:30 ആയപ്പോഴത്തേക്കിനും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചു കരച്ചിലും. അപ്പം ഡോൺ ചേട്ടനെ ഉറക്കിയിട്ട് അമ്മയുടെ കൊടുത്തു. അപ്പം അമ്മ കൊണ്ട് ഉറക്കിയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നാളെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഗോഡ് ബ്ലെസ് യു.